ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തോടൊക്കെ ചാടിക്കിടന്ന് പോവാണ് കേട്ടോ. ട്രഷർ ഹണ്ടാണ്. ഞാനും ഉണ്ട്, അമ്മായിയുണ്ട്. എന്താ ട്രഷർ എന്ന് ഇപ്പോൾ തബ്നയിൽ തന്നെ ഉണ്ടല്ലോ, കണ്ടില്ലേ? മഷ്റൂം. നമ്മുടെ നാട്ടിൽ ഈ മഴ പെയ്യുമ്പോൾ ഈ പാടത്തും വരമ്പത്തൊക്കെ ഉണ്ടാകുന്നതാണ് ഈ മഷ്റൂംസ്. അപ്പോൾ ഞങ്ങളങ്ങനെ അതും തപ്പി ഇറങ്ങിയതാണ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് അടുത്ത ഒരു ചേട്ടൻ വഴി കൂടി നടന്നു പോയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഈ പറമ്പിൻ്റെ ഈ സൈഡിലായിട്ട് റോഡിൻ്റെ അരികത്ത് തന്നെയുള്ളൊരു റബ്ബറും തോട്ടം, അതിൻ്റെ ആ സൈഡിലായിട്ടുണ്ട് കുറച്ച് കൂണ് മുളച്ച് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. വേഗം വാ. അപ്പം ഞാനും അമ്മായിയും വേഗം തന്നെ കുടയൊക്കെ എടുത്ത് ഓടി. കുട മഴ വീണുണ്ട്, അപ്പം എടുത്തുകൊണ്ടും പോയതാണ്. അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ വിരിഞ്ഞിരിക്കണം കൂണ്. അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ അങ്ങനെ കാണൂല എന്ന് പറയും. ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഭാഗ്യം ഉണ്ടെങ്കിലൊക്കെ തന്നെ കിട്ടുള്ളൂ എന്നൊക്കെയാണ് അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കൂടി ചവിട്ടിപ്പോയാലും കൂടി കിട്ടൂല എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കൂണ് കിട്ടി. ആ ചേട്ടൻ പറഞ്ഞത് കാരണം ഞങ്ങൾ ആ കൂണ് കണ്ട്. അങ്ങനെ രാവിലത്തെ ആ പ്രചോദനത്തിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയൊക്കെയാണ്. അപ്പുറത്തെ പറമ്പിൽ അമ്മായി പറഞ്ഞു, ആ പറമ്പിൽ ഒരു മൂലക്കയിലായിട്ട് ഇങ്ങനെ കൂണുണ്ടാവാറുണ്ട്, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി. ഒരു കൂണ് പോലും ഞങ്ങളുടെ കണ്ണിൽ പെട്ടില്ല എന്നുള്ളതാണ് ഈ തെരച്ചിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരെണ്ണം പോലും കിട്ടണമല്ലോ, ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഞാൻ ഈ സൈഡിലൊക്കെ തോടിൻ്റെ സൈഡിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും കിട്ടുമോയെന്ന്. പക്ഷെ അവിടെ കിട്ടിയിട്ട് രാവിലെ ആ ചേട്ടന് ഭാഗ്യമുള്ള കാരണം ആ ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായി, അങ്ങനെ കിട്ടി. അല്ലാണ്ട് നമ്മുടെ കണ്ണിൽ കണ്ട് കിട്ടുക എന്ന് പറയണത് അത് ചിലർക്ക് തന്നെ കിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞില്ലേ കുടയും കൊണ്ടാണ് പോയതെന്ന്. അപ്പോൾ കൂണ് പറിച്ച് നേരെ കുടയിലോട്ടാണ് ഇട്ടത് കേട്ടോ. കണ്ടില്ലേ, ഒരു 10-12 കൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. മുട്ട് ഉണ്ട്, വിടർന്നതും ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ കൂണ് തിരഞ്ഞ് നടന്നപ്പോഴാണ് ഈ ചീര ഉണ്ട്. ഇതിനെ പ്രഷർ ചീര, വേലിച്ചീര എന്നൊക്കെ പറയും. അപ്പം അമ്മായിക്ക് ഈ പ്രഷർ കുറവുള്ള കാരണം പ്രഷർ കൂടാൻ നല്ലതാണ് എന്ന് പറഞ്ഞു. എനിക്കിഷ്ടമാണ് ഈ ചീര വെക്കുന്നത്. അങ്ങനെ ഞങ്ങളതും പറിച്ച്, ഞങ്ങൾക്ക് കൂൺ കിട്ടിയില്ലെങ്കിൽ ചീരയെങ്കിൽ ചീര, അതെങ്കിലും അതൊന്നും പറഞ്ഞുകൊണ്ടും ഞങ്ങൾ ചീരയും കൊണ്ട് പോവാണ്. അപ്പോഴാണ് അമ്മായിയുടെ കണ്ണിൽ ഈ കാഴ്ചയുണ്ട്. ഇതാ നിൽക്കുന്നു ഒരു 8 അരിക്കൂണെങ്കിൽ അരിക്കൂൺ. അമ്മായി അതിങ്ങനെ നുള്ളി എടുക്കാൻ കേട്ടോ. അതപ്പം മറ്റേ കൂണിൻ്റെ കൂട്ടത്തിൽ വെക്കാമല്ലോ. അങ്ങനെ അതും പറിച്ചെടുത്തു. അപ്പോഴാണ് ഈ സൈഡിലായിട്ട് കുറച്ച് ഓല അടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മായി എൻ്റെ അടിയിൽ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് തുറന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിനെ ഇനി അത് തുറന്ന് നോക്കുമ്പോൾ വേറെ വല്ലതും ചാടി വരുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലുണ്ട് 2 കൂണ് വിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതും പറിച്ചെടുത്തു. ഈ 2 ടൈപ്പ് കൂണാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് പടക്കൂണും പിന്നെ ഈ അരിക്കൂണും. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഞാനിങ്ങനെ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും കൂൺ കിട്ടുമെന്ന്. പക്ഷേ പ്രതീക്ഷക്കൊന്നും ഒരു വകയും ഉണ്ടായില്ല. താഴത്തോട്ടൊക്കെ ഇറങ്ങി നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊതുകടിയും കൊണ്ട് നടക്കണമല്ലേ, അപ്പോൾ പിന്നെ മതിയായി. ഞങ്ങളങ്ങനെ പോയി. കിട്ടിയത് കൊണ്ട് നമുക്ക് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.